വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ ജാഗ്രത കാണിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനിയുടെ വാക്താവായി മാറുന്നതിൽ നിന്നും അടിയന്തരമായി സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. പൊതു താൽപര്യത്തിനും ദേശീയ താൽപര്യത്തിനും വേണ്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും താൻ കത്തയച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്താത്തതുകൊണ്ടാണ് താൻ കത്തയച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഓഹരി കൈമാറ്റത്തിൽ മുൻകൂർ അനുമതി വേണമെന്ന് വ്യവസ്ഥയുണ്ട്. സെബിയെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. എല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അനുമതിക്കായി ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പലതരത്തിൽ ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്. ധനവകുപ്പും നിയമവകുപ്പും തുറമുഖ വകുപ്പും കാണേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ആ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. ഗുരുതരമായ കരാർ ലംഘനമുണ്ടായിട്ടും നിയമോപദേശം തേടുമെന്നോ നിയമ നടപടി സ്വീകരിക്കുമെന്നോ മുഖ്യമന്ത്രി പറയുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞു. സെബിക്ക് മുന്നിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. എന്നാൽ അതിന് മുതിരുന്നില്ല. ഒരുതരം ദുരൂഹത ഇതിനകത്ത് കാണാൻ കഴിയും. എവിടെ നിന്നാണ് അദാനി ഗ്രൂപ്പിന് ധൈര്യം കിട്ടിയതെന്നും ഇദ്ദേഹം ചോദിച്ചു. അദാനി കമ്പനിക്കും സർക്കാരും തമ്മിൽ ഒത്തുകളി സംശയിക്കുന്നു. സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി അദാനിയുടെ വഴിക്ക് സർക്കാർ പോകരുതെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിച്ചു. സ്ഥാനം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും അതൊക്കെ കഴിഞ്ഞതാണെന്നുമായിരുന്നു പിണറായിയുടെ മറുപടി. LDF കൺവീനർ ചികിത്സയിലായതിനാലാണ് യോഗം മുന്നണി യോഗം വൈകിയത്. അദ്ദേഹം തിരിച്ചെത്തി. ഇനി യോഗം ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മുന്നണിയിൽ ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കമില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഓഹരി വിൽപ്പന സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു. നിയമപരമായി നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നില്ല. ആ ബാധ്യത നിർവഹിക്കാതെ തന്നെ അവരവരുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് പ്രസക്തമായൊരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ആ ധൈര്യം കിട്ടുന്നത്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കരാറുണ്ടായിരിക്കെ അതൊന്നും സാരമില്ല, ഞങ്ങൾ വിചാരിച്ചെടുത്ത് കാര്യം എത്തിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ എങ്ങനെ ഈ കമ്പനിക്ക് ഉണ്ടാകുന്നു? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവാദിത്വം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അതിന് വിശദീകരണം നൽകണം. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം, മന്ത്രിസഭയിൽ പോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ. എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. അപ്പൊ എങ്ങനെ അത്തരം ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രത്യേക ധൈര്യം അദാനിക്കുണ്ടായി? അതാണ് സംശയം.